ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ഓസ്ട്രേലിയയിലെ ബെറിക് എന്ന സിറ്റിയിലാണ്. ഈ ബെറിക് സിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ബെൽസ്. ആ ബെൽസ് റോഡിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് പോകുന്നത്. വളരെ അപൂർവമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇതിലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷകളോ അതുപോലെ പ്രൈവറ്റ് ടാക്സികളോ അതുപോലെ തന്നെ ബൈക്കുകളോ ഒന്നും ഇവിടെ കാണാനില്ല. ഒരു മെയിൻ ജംഗ്ഷനാണ്. നല്ല റഷാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ സോളിറ്ററി റോഡാണ്, വലത്തേക്ക് തിരിഞ്ഞാലാണ് ബെൽസ് റോഡ്. ഞാനിപ്പോൾ ഇടതുവശത്തേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു 4 ലൈൻ റോഡാണ്. ഓസ്ട്രേലിയയിൽ ഏത് റോഡിലും ഫുട്പാത്ത് ഉണ്ട് എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹമാണ്. നമുക്ക് വളരെ സേഫായിട്ട് ഈ ഫുട്പാത്ത് കൂടെ നടക്കാൻ സാധിക്കും. ജംഗ്ഷനുകളാണ്. ഇവിടെ സ്കൈലാർക്ക് BVD എന്ന് ലെഫ്റ്റിലേക്കും വ്യൂ ബ്രൈറ്റ് റോഡ് എന്ന് വലത്തേക്കും എഴുതിയിട്ടുണ്ട്. ഈ ഹൈവേ കൂടെ വാഹനങ്ങളെല്ലാം അതിവേഗത്തിൽ പോകുന്നത് കാണാം. ഞാനിപ്പോൾ മറ്റൊരു ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല സുന്ദരമായ ചെടികളൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. പ്ലേ ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. ലൈഫ് സ്റ്റൈൽ ബെർബിക് വാട്ടേഴ്സ് എന്നൊരു ബോർഡ് കാണാം ഇവിടെ. എനിക്ക് തോന്നുന്നു ഏതോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡിസ്പ്ലേ ആയിരിക്കാം എന്ന് തോന്നുന്നു. വളരെ മനോഹരമായൊരു ഗാർഡൻ, ചെറിയൊരു ഗാർഡൻ കാണാം. എനിക്കൊന്ന് ലൈഫ് സ്റ്റൈൽ എസ്റ്റേറ്റ് അവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ഓസ്ട്രേലിയൻ ഫ്ലാഗ് ആണ് അവിടെ. ഓസ്ട്രേലിയൻ ഫ്ലാഗ് ആദ്യമായിട്ടാണ് ഒരു ഓസ്ട്രേലിയൻ ഫ്ലാഗ് ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണുന്നത്. മനോഹരമായ ഒരു കെട്ടിടം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മെൽബൺ സിറ്റിയുടെ ഏത് ഭാഗത്ത് പോയാലും സുന്ദരമായ കാഴ്ചകളാണ് കാണാറുള്ളൂ. എവിടെയും ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന വഴിയോരങ്ങളും കെട്ടിടങ്ങളും വീടുകളും മാത്രമേ കാണാറുള്ളൂ. എന്നിട്ട് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. മൾട്ടി കളറാണ് ഇതിന്. ഇപ്പോൾ നമ്മളൊരു ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറുകയാണ്. നേരത്തെ പറഞ്ഞ ഇവിടെ ധാരാളം ചിൽഡ്രൻസ് പാർക്കുകളുണ്ട്.
കുട്ടികൾക്കായുള്ള പാർക്കുകൾ ധാരാളമായിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. നമുക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനും കാറ്റ് കൊള്ളാനും വിശ്രമിക്കാനും ഒക്കെ സാധിക്കും. വളരെ മനോഹരമായൊരു പാർക്കാണ്. ഇതൊരു കുഞ്ഞ് ഓവർബ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ ഈ ഓവർബ്രിഡ്ജ് വഴി ഈ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരങ്ങളായ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് റൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ്. ഇത് കണ്ടോ, വളരെ മനോഹരമായ സെറ്റിങ്ങുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ഫുട്പാത്ത് വഴി നടക്കുകയാണ്. ഇവിടെയൊക്കെ ടയർ പോലെ എന്തൊക്കെയോ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ടയർ അല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കുന്നതായിരിക്കാം. എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.